വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ രണ്ടുപേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് റിപ്പോർട്ട്. തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉറ്റ ബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടതെന്നാണ് അഫാന്റെ മൊഴി. ആശുപത്രിയിൽ അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധനോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 5 ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നുവെന്നും ഇത് നൽകാത്തതിൽ അവരോട് പക തോന്നിയെന്നാണ് അഫാന്റെ മൊഴി. അച്ഛന്റെ ബന്ധുക്കളെയും അമ്മയെയും സഹോദരനെയും കാമുകിയെയുമാണ് അഫാൻ കൊന്നത്. ഇതിനപ്പുറം അമ്മയുടെ ബന്ധുക്കളെയും വകവരുത്താൻ അഫാൻ ആലോചിച്ചിരുന്നു. ഇതാണ് ഇപ്പോഴുള്ള മൊഴിയിൽ നിറയുന്ന വസ്തുത. മുത്തശ്ശി, പിതൃസഹോദരൻ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ, പെൺസുഹൃത്ത് ഫർസാന, ഇളയ സഹോദരൻ അഫ്സാൻ, മാതാവ് ഷമീന എന്നിവരെ കൊലപ്പെടുത്തിയത് ശേഷം തട്ടത്തുമലയിലെത്തി മറ്റു 2 പേരെ കൂടി വകവരുത്താനായിരുന്നു പദ്ധതി. അനുജൻ അഫ്സാനെ കൊലപ്പെടുത്തിയതോടെ മനോവീര്യം ചോർന്ന് തളർന്നുപോയി. അതുകൊണ്ട് ആ 2 പേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചെന്ന് അഫാൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലയ്ക്ക് കാരണമെന്ന് ആവർത്തിക്കുകയാണ് അഫാൻ. ഇത് പോലീസും മുഖവിലക്കെടുക്കുന്നുണ്ട്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. 8 പേരെയാണ് കൊല്ലാൻ അഫാൻ പദ്ധതിയിട്ടതെന്നാണ് വ്യക്തമാകുന്നത്. സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്ന് അഫാൻ പറഞ്ഞു. ഇയാൾക്ക് ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഒഴിവാക്കുകയായിരുന്നു എന്ന് പ്രതി കൂട്ടിച്ചേർത്തു. അമ്മയെയും കൂടെ ഉൾപ്പെടുത്തി 8 പേരെ കൊലപ്പെടുത്തി പ്രതികാരം പൂർത്തിയാക്കാൻ അഫാന് കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. കുടുംബത്തിന് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്ന് അഫാന്റെ പിതാവ് അബ്ദുറഹീം ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് തനിക്ക് അറിയില്ല എന്നും അബ്ദുൾ റഹീം പറഞ്ഞു. ഭാര്യ ഷമിയുമായി സംസാരിച്ചു. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. എന്നാൽ എന്താണ് വീട്ടിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ ബാധ്യത തീർക്കാൻ നാട്ടിൽ നിന്ന് പണം അയച്ചു തന്നിട്ടില്ല. മകനുമായി സംസാരിക്കാറുണ്ടായിരുന്നു. സംഭവത്തിന് ഒരാഴ്ച മുൻപ് സംസാരിച്ചിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. 65 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നായിരുന്നു അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇത് തള്ളുകയാണ് അഫാന്റെ പിതാവ് അബ്ദുറഹീം. ബാങ്ക് ലോണും മറ്റ് കടങ്ങളും ഉൾപ്പെടെ 15 ലക്ഷത്തിന്റെ ബാധ്യത തനിക്കുണ്ടെന്ന് അബ്ദുറഹീം പോലീസിനോട് നൽകിയ മൊഴിയിൽ പറയുന്നു. എന്നാൽ ഇത് കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും. ആരോഗ്യം മെച്ചമായതോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിലേക്ക് മാറ്റുന്നത്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തിരുന്നു. ബാക്കിയുള്ള കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തും. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസുകൾ എന്നതുകൊണ്ടാണ് FIR പോലീസ് ഇട്ടത്. അതേസമയം മകൻ ആക്രമിച്ചത് മറച്ചുവെച്ച് അഫാന്റെ ഉമ്മ ഷമിയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്ന് മൊഴിയിൽ ആവർത്തിച്ചു. ആരോഗ്യനില വീണ്ടെടുക്കുന്ന ഷമിയിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇതുവരെയും ഇളയ മകന്റെ മരണം ഷമിയെ അറിയിച്ചിട്ടില്ല.